ഹലോ ഗായ്സ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ വരുന്ന ഓഗസ്റ്റ് 3 സൺഡേ ബിഗ് ബോസ് സീസൺ 7 ലോഞ്ച് എപ്പിസോഡാണ്. നമ്മളെല്ലാം ഭയങ്കര ക്യൂരിയസ് ആണ്. എന്താണ് പുതിയ ബിഗ് ബോസിൽ സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും അവർ ആ ഗെയിംസൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ്, ഇതിനെപ്പറ്റി ഞാനാണ് ഒരു പ്രഡിഷൻ ലിസ്റ്റൊക്കെ പ്രീവിയസ് വീഡിയോയിലിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 6 സീസണുകളെ പറ്റിയുള്ള ഒരു റീക്യാപ്പ് ഇതൊക്കെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് കുറേ പ്രൊമോസൊക്കെ വന്നു സീസൺ 7 പറ്റി. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു പ്രൊമോസിനെ പറ്റി ഒരു റിക്യാപ്പ് ചെയ്തു വിടാമെന്ന്. അപ്പോൾ അതാണ് നമ്മളിപ്പം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഇതുവരെ വന്നിട്ടുള്ള പ്രൊമോസിൻ്റെ ഒരു റീക്യാപ്പാണ് ചെയ്യുന്നത്. ആദ്യം വന്നത് ഒരു ബ്രഹ്മാണ്ഡ പ്രമോ ആണ്. ലാലേട്ടൻ ഭയങ്കര മാസായി വന്ന ഒരു പ്രമോ ആയിരുന്നു അത്. അപ്പോൾ ഇതിനകത്തിലാണെങ്കിൽ ലാലേട്ടനാണെങ്കിൽ എല്ലാത്തരം കാർഡ് ഇറക്കി കളിക്കുന്നവരെ ട്രോളുന്ന ഒരു പ്രൊമോ ആയിരുന്നു. സോ നമുക്ക് ഈ ലാസ്റ്റ് 6 സീസൺ നമുക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള കാർഡുകൾ ഇറക്കി കളിക്കുന്ന ആൾക്കാരെ. അതായത് വിക്ടിം കാർഡ്, ഫേക്ക് കാർഡ്, അതുപോലെ മറ്റുള്ളവരെ സോപ്പ് ചെയ്തിട്ട് നടക്കുന്നവർ, അല്ല നന്മമര കാർഡ്, അല്ല ഒരു വാഴയായിട്ട് ഒരു സൈഡിൽ ഒന്നും ചെയ്യാതെ മാറി ഒളിഞ്ഞിരിക്കുന്നവർ, ഇങ്ങനെയുള്ള എല്ലാവരെയും പുള്ളി ട്രോളുന്നുണ്ട്. ലാസ്റ്റിലാണെങ്കിൽ ലാലേട്ടനെ തന്നെ ഒന്ന് സെൽഫ് ട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് അത് മാസ് ലാലേട്ടനും പിന്നെ ബിഗ് ബോസ് അവതരിപ്പിക്കുന്ന ലാലേട്ടനും ഈ കമ്മിറ്റിക്കാരെയും കൂടെ ഞാൻ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഈ സേഫ് കളി എന്ന് പറയുന്നത് എല്ലാവരും ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കൊട്ടും ഒരു സെൽഫ് ട്രോളും പുള്ളി ലാലേട്ടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പറഞ്ഞാൽ ഈ കാർഡുകളൊക്കെ ഇറക്കി കളിച്ചാൽ 7 പണി തരും എന്ന് പറഞ്ഞാണ് ലാലേട്ടൻ ഈ പ്രമോ അവസാനിപ്പിക്കുന്നത്. അടിപൊളി ഒരു പ്രൊമോ ആയിരുന്നു ഇത്. നമ്മൾ ആഗ്രഹിക്കുന്ന മാസ് ലാലേട്ടനെ അവിടെ കാണാൻ സാധിക്കും. എല്ലാ സീസണിലും ഉള്ള നമ്മൾ ആഗ്രഹിച്ച് ആ ഒരു മാസമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിച്ച ആ ഒരു ലാലേട്ടനെ നമുക്ക് ഈ ഒരു പ്രൊമോയിൽ കാണാൻ പറ്റും. അടുത്തു വന്ന പ്രമോ എന്ന് പറയുന്നത് ഒരു ബിഗ് ബോസിൻ്റെ പുതിയ ഹൗസിനെ പറ്റി ഒരു ഓവർവ്യൂ ആണ്. നമുക്കറിയാം ഇതുവരെ ഒരു നമുക്കാണെന്നുണ്ടെങ്കിൽ മലയാളം ബിഗ് ബോസിന് ഒരു സ്വന്തമായിട്ടൊരു സെറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസോ ഉണ്ടായിരുന്നില്ല. നമ്മൾ പഴയ സീസണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തമിഴ് അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദി, മറാത്തി സെറ്റുകളിലാണ് നടത്തിയത്. അപ്പോൾ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാളത്തിന് സ്വന്തമായിട്ടൊരു ഹൗസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊമോയിൽ ഫുള്ള് കാണിച്ചിരിക്കുന്നത് ഒരു സാൻഡാർട്ടിൽ ഈ ഹൗസിനെ വിഷ്വലൈസ് ചെയ്യുവാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനും ബിഗ് ബോസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെയാണ്. അപ്പോൾ ലാലേട്ടന് തൻ്റെ ആഗ്രഹം പറയുകയാണ് ബിഗ് ബോസിന് എന്തൊക്കെയാണ് വേണ്ടുന്നതിനെ പറ്റി പറയുകയാണ്. അപ്പം അതിനനുസരിച്ച് ആ സാൻഡാർട്ടിൽ അതൊക്കെ ഒരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ലിവിങ് റൂം, ബെഡ്റൂം, ഒരു വലിയ ബെഡ്റൂം, ഡൈനിങ് ഏരിയ, അങ്ങനെ ഓരോന്നിനെ പറ്റി അവർ പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് എടുത്തൊരു പ്രൊമോയാണ്. നമുക്ക് ആ സാൻഡാർട്ടിലുള്ള ഒരു പ്രൊമോ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട് കാണാൻ. അപ്പം ഒരു വിഷ്വലൈസേഷനാണ് നമുക്ക് സ്വന്തമായിട്ടൊരു മലയാളം ബിഗ് ബോസ് ഹൗസ് കിട്ടുന്നതിനെ പറ്റിയുള്ള ഒരു വിഷ്വലൈസേഷൻ നമുക്കതിൽ നിന്നൊരു കിട്ടും. അപ്പം അതൊരു വളരെ മനോഹരമായിട്ടുള്ള പ്രൊമോ ആയിരുന്നു ഈ സെക്കൻഡ് പ്രൊമോ. അടുത്തതായി വന്നത് കൗണ്ട് ഡൗൺ പ്രൊമോയാണ്. അപ്പോൾ 6th ഡേ മുതലുള്ള കൗണ്ട് ഡൗൺ അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം 6th ഡേ ഫസ്റ്റ് പ്രൊമോ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരിങ്ങനെ 3-4 പേരിങ്ങനെ ഒരുമിച്ചിരിക്കുക. അതെ, തമ്മിൽ ഇഷ്ടമാണെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക് എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ലാലേട്ടൻ പെട്ടെന്ന് വരുന്നു, അതെ പരിതോഷണക്കാർ ഇവിടെ ഇറക്കിയാലുണ്ടല്ലോ പണി തരും. സോ അയൽക്കൂട്ടത്തിൻ്റെ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് ലാലേട്ടൻ പറഞ്ഞു വെച്ചത്. പക്ഷേ നമുക്കറിയില്ല, ബിഗ് ബോസ് ആകുമ്പം കുറച്ച് ഗോസിപ്പും പരദൂഷണവും ഒക്കെ ഇല്ലാതെ എങ്ങനെയാണ് നടക്കുക എന്നറിയില്ല. പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെ കണ്ടസ്റ്റൻസ് ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത്, ഈ പ്രശ്നത്തെ കണ്ടസ്റ്റൻസ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പം ലാലേട്ടൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇനിയും ബിഗ് ബോസിൻ്റെ ലോഞ്ചിന് വേണ്ടി ഒരു 6 ദിവസം കൂടെ ഉള്ളൂ, എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ പ്രൊമോ. അടുത്ത പ്രൊമോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊമോയാണ്. ആരെപ്പറ്റിയാണ് ഈ പ്രൊമോ എന്നറിയാവോ? നമ്മുടെ ജാൻമണി ദാസ്. അപ്പം കൗണ്ട് ഡൗൺ 5th ഡേ കൗണ്ട് ഡൗണിൻ്റെ പ്രൊമോ എന്ന് പറയുന്നത് ജാൻമണിദാസിനെ ഒരു ട്രോളിക്കൊണ്ടുള്ള ഒരു പ്രൊമോ ആണ്. അപ്പം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ജാൻമണി കഴിഞ്ഞ സീസണിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ലാലേട്ടൻ പറയാണ്,
5 ഫ്ലൈറ്റ് ടിക്കറ്റ്, അതും ബിസിനസ് ക്ലാസ്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ലാസ്റ്റ് ഇയറിൽ ജാൻമണിയുടെ ഫേമസ് ഡയലോഗ്, ഞാൻ ബിസിനസ് ക്ലാസ് യാത്ര ചെയ്യുന്ന ഒരാളാന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള. അപ്പോൾ ലാലേട്ടൻ പറയാണ്, ആ കളി വേണ്ട, ഞാൻ കീറി വിടുമേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ അത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള, അതായത് നമ്മുടെ ക്ലാസ് തമ്മിലുള്ള ഡിവിഷനൊന്നും ഈ ഒരു സീസണിൽ വേണ്ട എന്നാണ് പുള്ളി അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് കാണാം ഈ ക്ലാസ് കളികളൊക്കെ ആരെങ്കിലും കളിക്കുമോ അതോ അല്ലാതെ കളി മാറ്റി പിടിക്കുമോ എന്നുള്ളത് നമുക്ക് കാണാം. അപ്പം ഇനി 5 ഡേയ്സും കൂടി ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ ആ പ്രമോ അവസാനിപ്പിക്കുന്നത്. 4th ഡേ പ്രമോ എന്താണെന്ന് അറിയാവോ? നമ്മുടെ ആണെങ്കിൽ 3 ചേട്ടന്മാരും പെങ്ങളൂട്ടിയും. അതെ, എന്നുമെന്നും തങ്കക്കൂടം, അന്നുമിന്നും പൊന്നിൻ കൂടം. അത് ഈ പെങ്ങളൂട്ടിക്കാട്. സോ നമുക്ക് ഓർമ്മയുണ്ട് ലാസ്റ്റ് സീസണ് സായി, നന്ദന, അഭിഷേക്, സിജോ ഇവരെ ഒരു മറ്റേ പെങ്ങളൂട്ടി പാസമൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് ലാലേട്ടൻ ഈ ഒരു പ്രമോയിൽ ട്രോളുന്നത്. ലാലേട്ടൻ പറയാണ്, 4ൻ്റെ പാസങ്ങളിൽ ഞാൻ തൂക്കി പൊളിച്ചിരിക്കുമെന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ നല്ലൊരു പ്രൊമോയാണ്. അപ്പോൾ ഇത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ലാസ്റ്റ് സീസണിൽ. അപ്പം ഈ വരുന്ന കണ്ടസ്റ്റൻസും ഇതൊക്കെ ഒന്ന് മനസ്സിൽ കാണുക. ഇങ്ങനെയുള്ള പാസം കളി ഒന്ന് കാണാൻ നമുക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ലാലേട്ടൻ പറയാണ്, നിങ്ങൾ ഇത് ഇറക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊളിച്ചെടുക്കുമോ എന്ന്. അപ്പോൾ നമുക്ക് കാണാം ഇത് പൊളിച്ചെടുക്കുമോ അത് ആരെങ്കിലും ഇവിടെ പ്രയോഗിക്കുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ 3rd ഡേ കൗണ്ട് ഡൗൺ പ്രൊമോ എന്ന് പറയുന്നത് ലാലേട്ടൻ പറയുന്നത്, നാടകമേ ഉലകം, ഈ കരഞ്ഞ് കാണിക്കല്, ക്യൂട്ട്നെസ് കാണിക്കല്, കലിപ്പ് കാണിക്കല്, ഇതൊന്നും ഇവിടെ നടക്കത്തില്ല, ഈ 3 നാടക കമ്പനി ഞാൻ പൂട്ടിക്കുമെന്നൊക്കെയാണ് ലാലേട്ടൻ ഈ പ്രൊമോയിൽ പറയുന്നത്. അപ്പം നമുക്കറിയാമല്ലോ പല ടൈപ്പിലുള്ള നമ്മൾ ഈ സീസൺസിലൊക്കെ കണ്ടിട്ടുണ്ട്. കരഞ്ഞ് കാണിക്കുന്നതും ക്യൂട്ട്നെസ് കാണിക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ കലിപ്പ് കാണിക്കുന്ന ചേട്ടന്മാരെയൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. എല്ലാ സീസണിലും ഉണ്ട്, മിക്കവാറും എല്ലാ സീസണിലും ഇതൊക്കെ കാണിക്കുക. ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം നമ്മുടെ കണ്ടസ്റ്റൻസ് എങ്ങനെ അത് ഇനി ഏത് കാർഡാണ് അവർ ഇറക്കാൻ പോകുന്നതെന്ന് നമ്മുടെ പുതിയ സീസണിലുള്ള കണ്ടസ്റ്റൻറ്റിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഇത്രയുമാണ് പ്രമോ ആയിട്ട് ഇതുവരെ വന്നിട്ടുള്ളത്. ഇനിയിപ്പം 2nd and 1st ഡേ കൗണ്ട് ഡൗൺ പ്രൊമോസ് വരുമായിരിക്കും. അപ്പോൾ അന്നേരം അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.